ഇവിടെ പോലീസും വേറെ ഗ്യാങ്സ്റ്റേഴ്സും ഒറ്റടി. ഏതാടാ നമ്മളെ കൂടെ അതിനകത്ത് വേറെ ഗ്യാങ്സ്റ്റേഴ്സ്. ഇത് ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. അപ്പം ഞാൻ മാത്രം മതി. ചാവ് 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 ചാവ്. കാറിൻ്റെ ടയറിനടിയിലിട്ട് ഞെരിച്ചു കൊല്ലുവാണ് അവനെ. ഈ വക സൈക്കത്തിലടക്കം ഇതിനെ കാണിക്കാൻ പറ്റും. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു GTA 5. ഞാനിവിടെ ലെസ്റ്ററിൻ്റെയും മൈക്കിളിൻ്റെയൊക്കെ ഒരു ജ്വല്ലറി വെള്ളമടിക്കാനുള്ള മിഷൻ്റെ ഒരു സൈഡ് കളിച്ച് തീർത്തിട്ട് ഇതുവഴി ഇങ്ങനെ തേരാപ്പര അടക്കുമ്പോഴത് കണ്ടു. നോക്കി ഹെലികോപ്റ്ററും പോലീസുകൊണ്ടൊക്കെ വേറെ ആരെയോ തീർത്തുന്നു. അതാ ഞാനിവിടെ ഉള്ളപ്പോൾ വേറെ വില്ലൻ ഇതിനകത്ത് ക്യൂരിയോസിറ്റിയിൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ പോയി അതാ പോലീസുകാരൻ അവിടെ ഉണ്ട്. കാറിന് കേട്ടോ ചേസ് ചെയ്തൊരു ബ്ലാക്ക് കാറ്. പോലീസിനടിക്കരുത്. പോലീസിനടിച്ച പിന്നെ അവന്മാരെല്ലാം കൂടെ നമ്മുടെ പുറകെ വരും. ഇവിടെ മോനെ ഗ്യാങ് ബാർ ഇവിടെ തീ. പോലീസുകാർ എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും. ഓഹോ, ഒരിക്കലും ഇടിച്ചിട്ടാണ്. എന്ത് കോമഡിയാണ്. വില്ലന്മാരെ ഇടിക്കാതെ പോലീസ് വണ്ടിയിലാണ് മറ്റവന്മാരെ കൊണ്ട് കാർ കൊണ്ടുവന്ന് ഇടിക്കുന്നത്. ഇവിടെ നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെ നിന്ന് കളി ഉണ്ടാൽ മതി. കാരണം നമ്മളതിനകത്ത് എല്ലാ പ്രശ്നം ഉണ്ടാക്കാറ്. വീണടാ പോലീസുകാർ വീണു. നമ്മുടെ പോലീസുകാരോ മറ്റവനും തോന്നുന്നു. 2 പോലീസുകാർ ഇവിടെ ചത്തു. ഒരുത്തൻ കാരം കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ അവൻ്റെ പിറകെ ഒന്ന് പോയി നോക്കട്ടെ, അവൻ എങ്ങോട്ടാ പോകണമെന്നറിയാലോ. വേറെ വില്ലന്മാരുണ്ടെങ്കിലേ ഇങ്ങനെ വളരെ സമ്മതിച്ചൂടാ. നാളെ നമുക്ക് ഭീഷണിയാവും. രാജുബായും ചൊട്ടുബായും ഒക്കെ ആയിരിക്കും അത്. ആ ഇടതുവശത്തെ ഫ്രണ്ട് വീലിൻ്റെ ടയറൊക്കെ പോയി. വീലിനകത്താണ് ഓടുന്നത്. ഞാൻ വെടിവെക്കാൻ നോക്കാം കേട്ടോ. പക്ഷെ എൻ്റെ മൈക്കിളിൻ്റെ കയ്യിൽ തോക്കില്ല. ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ തോക്കുണ്ട്. മൈക്കിളിന് വെച്ച് തോക്ക് പർച്ചേസ് ചെയ്താണെന്ന് മറ്റേ സൈൻ മാത്രമേ കാണിക്കുന്നുള്ളവൻ. തൽക്കാലം പോയി ഇടിക്കാം. ഇല്ല, അവൻ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. നമ്മക്കേ ഇവനെ കൊല്ലാം. സ്പീഡിന് പോയിട്ട് ബാക്കിൽ കൂടെ ഒന്ന് ഇടിച്ച ഡയറക്റ്റ് ചാവും. തോക്കില്ലേലും കുഴപ്പമില്ല. ഓരോ സ്പീഡ് പോരാ, നല്ല പറന്ന് വന്നിടിക്കണം. അവിടെ പോയി മതിയാവും, ഡിസ്റ്റൻസ് മതിയാവും. ഇല്ലടാ ചത്തിലട അവൻ. എന്നിട്ടും കുഴപ്പമില്ല, കുറച്ച് മുന്നോട്ടെത്തിട്ടോ. ഒന്നുകൂടി പറന്നൊന്നും ഇടിക്കാം. ഫുൾ സ്പീഡ് ആയില്ലല്ലോ അപ്പോഴും. ഇതിൽ തീരോടാ നീ. എൻ്റെ വണ്ടിയുടെ ബാക്ക് പൊങ്ങി അവൻ. എന്നിട്ടും കുഴപ്പമില്ല. മിക്കവാറും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവും. ഇടിച്ചിട്ട് കാര്യമില്ല. അവനങ്ങ് പോട്ടെ, പറന്നൊന്നും ഇടിക്കുക. അതായിരിക്കും കാര്യം. സാധാരണ ഇടിക്കുമ്പോൾ ചാവുന്നതാണ്. കളിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇത്. ഞാനിപ്പോൾ ഇടിച്ചിട്ട് അവൻ എന്താണെന്ന് അറിയില്ല, ചാവുന്നില്ല. ഫുൾ സ്പീഡിലാണ് പോണത്. 4th ഇയറായി. ഈടാ എൻ്റെ വണ്ടിയുടെ കൺട്രോള് തെറ്റിയിട്ടും അവൻ ചത്തില്ല. ആരടാ അതിനകത്തിരിക്കുന്നത്? ഗ്യാങ്സ്റ്റേഴ്സ് ആരും ഇടിയുണ്ടാ ചാവൂല്. ലാസ്റ്റ് ഒരു ട്രൈ കൂടെ നടത്തുക ഞാൻ. എൻ്റെ പൊന്നെ, സാധാരണ ചെറിയൊരു തട്ടിട്ട് അവന്മാർ തട്ടിപ്പോണതാ. ഞാൻ തെറിച്ചു പോകും ചില സമയത്ത് ഇങ്ങനെ വന്നിടിച്ചു കഴിഞ്ഞാൽ. വണ്ടിയുടെ ബമ്പറൊക്കെ പൊങ്ങി. എന്നിട്ടും ഏത് വണ്ടി അവൻ്റെത്? നമ്മൾ ചാവാത്ത ഭാഗ്യം കേട്ടോ. ചില സമയത്തൊക്കെ നമ്മൾ ഡോറിൽ കൂടെ തെറിച്ചങ്ങ് പോകും. ഇനിയിപ്പോൾ അവനെ ഇടിക്കാൻ നിൽക്കുന്നില്ല ഞാൻ. അവൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇടിക്കുക അവൻ. അതാ നല്ലത്. അവനെന്തായാലും വെറുതെ പിറകെ പോയത്. എനിക്കിപ്പോൾ അവനെ കൊല്ലണം. കൊല്ലാതെ ഇനി ഉറക്കാൻ വരത്തില്ല. പൊട്ടെ 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 പൊട്ടെ. വണ്ടി സിനിമ സ്റ്റൈലിൽ കൊണ്ട് കുറുക്ക് നിർത്തിയിട്ട് എവിടെ പോകുന്നത്? 3 പേര് കൂട്ടുകാരൊക്കെ ചത്തി. നീ മാത്രമായിട്ട് ജീവിച്ചു പോയാൽ എങ്ങനെ മോനെ? മതി മതി, ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇറങ്ങി ഇടിക്കാവനെ. അവൻ ഇറങ്ങി ഓടി. എഫ് കയറാൻ മൈക്കിൾ കാറി കയറാൻ പോയി. കുഴപ്പമില്ല, അവനെ ചേസിട്ട് പിടിക്കാം. ഇതിപ്പോ ഓടിയെ കിട്ടും തോന്നില്ല. കാരണം അവനും ഒരേ ഓട്ടം, നമ്മളും ഒരേ ഓട്ടം. എത്ര നേരം ഒന്നും പിറകെ ഓടുവാവോ? കാർ എടുക്കാനായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പണി കിട്ടും. അവന്തോ ദൂരെയായി ഇടിച്ചപ്പോഴേക്കും. കാർ എടുക്കാനായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓടിത്തൊപ്പിക്കാൻ പറ്റത്തില്ല, കൺഫേം. ഇനിയിപ്പോൾ നേരെ ഇച്ചിരി ലോങ്ങുള്ള സ്ഥലത്തെത്തുമ്പോൾ തിരിഞ്ഞിട്ട് കാർ എടുക്കുക, അതേ നടക്കുള്ളൂ. അവനങ്ങ് അയ്യത്തെത്തിയിടേ. മൈക്കിളാണെങ്കിൽ തളരുമ്പോൾ ചിലപ്പോൾ നിന്നോളെ. ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടെ പോയി വേണ്ട, ആ വണ്ടി വേണ്ട, അവൻ ഇടിച്ചിട്ടിട്ട് പൊക്കളായി. ഇത് സ്ലോ ആക്കി ഈ വണ്ടിയിൽ കയറാം. താങ്ക് യു അമ്മച്ചി. ഈ ജാഗ്വാർ ഞാനിപ്പോൾ എടുത്തിട്ട് കൊണ്ടുവരും. ഒരു കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടെ ഇവിടെ പോയി നോക്കാം. എന്താ അവനെ? ഇല്ലില്ല, അവൻ അവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഇതിനങ്ങ് ഇടിച്ചു കൊന്നളയാം. ജസ്റ്റ് മിസ്. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൂടി. ഇല്ലടാ, അതെന്താ കിട്ടാത്തിരുന്നത്? ബാറ്റ്മാൻ ഇവനെല്ലാം ഒഴിഞ്ഞു മാറി കളഞ്ഞല്ല. ഇതിൽ എന്തായാലും ഇടിച്ചിരിക്കും പതുക്കെ. ഞാൻ ഇടിക്കുന്നത് പിന്നെ വേറെ ആരും ഇടിച്ചു. ഇല്ലടാ, ചത്ത്. ഇനിയിപ്പം തലയിൽ കൂടെ ഒക്കെ കയറ്റി ഇറക്കിക്കൊണ്ട് പോയി. അതുകൊണ്ട് ഇവനെ എനിക്ക് ഒറ്റയ്ക്ക് ചിത്രവധം ചെയ്യണം. വേറെ ആരും ഉപദ്രവിക്കരുത്. എനിക്ക് ഒറ്റയ്ക്ക് ഉപദ്രവിക്കണം അവരെ.
എല്ലാവരും പോക്കോ. ടയർ മണ്ടേ കൂടെ കയറ്റി ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കുന്നതൊക്കെ ഒരു ബ്രേക്കും ആക്സിഡൻറ്റൂടെ പിടിച്ച് ഞരിക്കും അവനകത്ത് തന്നെ. അപ്പം സാഗ് തലയോടെ പോയി. അത് തന്നെ കറക്റ്റ് തലയിൽ കറക്റ്റ് ഗ്രിപ്പ് കിട്ടുന്നില്ല. കുഴപ്പമില്ല, ഞാൻ എന്തായാലും അങ്ങനെ അവനെ അടിച്ച് ചതച്ചിട്ടേ പോകുന്നുള്ളൂ അവിടെ കിടത്തി. കശത്ത് തീ പിടിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അല്ല നിങ്ങളാരും എന്നെ സൈക്കോ എന്ന് വിചാരിക്കല്ലേ. ഒന്ന് അല്ലട മോനെ, ഒന്നും കേട്ടോ. ഇപ്പം ശരിയായി തരാം. കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല. എൻ്റെ കാറ് നടന്ന കറക്റ്റ് കേട്ടട്ടെ. റിവേഴ്സ് പോട്ടെ. ഓക്കെ, നൈസ്. അല്ല പിന്നെ ഈ ലോബിൽ ഞാനുള്ളപ്പോൾ വേറൊരു വില്ലനെ അതങ്ങനെ അനുവദിച്ചു കൊടുത്തൂടാ. ഇപ്പം അവനെടുത്തിട്ട് കൊന്നറ ചിത്രവധം ചെയ്തു. പാവം ഉണ്ടാവും. ഇതിലും നല്ലത് അവൻ ആ പോലീസുകാരെ അടികൊണ്ട് ചാവുന്നതായിരിക്കും. പാവം ഉണ്ടാവും. മതി, പാവപ്പെട്ടവൻ ചത്ത് യേശുസ്വനെ പോലെ കുറ്റിയായിട്ട് കിടപ്പുണ്ട്. പോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. വൈദബായി ഈ വീഡിയോയിൽ ഞാൻ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി എന്താ വെച്ചാൽ നമ്മൾ ഒരു അടിപൊളി മിഷൻ മറ്റേ ലെസ്റ്ററും മൈക്കിളും കൂടെ ഒക്കെ ജ്വല്ലറി കൊള്ളടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു 6 പേരെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെവോറിനെയും ഫ്രാങ്ക്ലിനെയൊക്കെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ മിഷൻ്റെ ചെറിയ സൈഡ് മിഷൻസ് ഞാനിപ്പോൾ കളിച്ചെടുത്തത്, മെയിൻ മിഷൻ അല്ല. എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെയിൻ വിഷയം വരുമ്പോൾ അതൊക്കെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്തിടാം. കൊച്ചു മിഷൻ എന്നിട്ട് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. എന്താണ് നിൻ്റെ പ്രശ്നം? അത് ഒരുത്തനെ ഇപ്പോൾ കൊന്നതേ ഉള്ളൂ. വെറുതെ എൻ്റെ സൈക്കോ സ്വഭാവം നീ പുറത്തെടുപ്പിക്കരുത്. അവനെ ഇന്നപ്പോൾ ഇല്ല കൊടുക്ക്, അത്രേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ കയ്യിൽ വണ്ടി കൊടുത്താൽ ഇതാണ് പ്രശ്നം. മര്യാദയ്ക്ക് ഓട്ടിക്കത്തില്ല. നമ്മൾ മര്യാദയ്ക്ക് ഓട്ടിക്കാത്ത പറയാം മനഃപൂർവ്വമാണെന്ന്. കിട്ടിയത് പോരാടാ, ഇങ്ങോട്ട് വാ. ഇവരെ നമ്മളൊരു ബന്ധമില്ലാതെ ഹെൽമെറ്റ് ഇട്ടവനൊക്കെ വന്നിരിക്കുന്നത്. എന്നാ പിടിച്ചോ, കൊടു. പോലീസ് വന്നിട്ടുണ്ട്. ബൈ ദ വേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലെസ്റ്ററിൻ്റെ മിഷൻ. ഓക്കെ, അപ്പം നല്ല മിഷൻ വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ബാക്കി അടിപൊളി മിഷൻസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സീ യു.